ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ട്രേഡിംഗ് എന്നുള്ളത്. വളരെ ഏറ്റവും ബേസിക് ആയിട്ട് ട്രേഡിങ്ങിനെ പറ്റി ഒന്നും അറിയാത്ത ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്താണ് ട്രേഡിംഗ് എന്നുള്ളത് വളരെ ഷോർട്ടായിട്ട് ഏറ്റവും ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ട്രേഡിങ്ങിനെ പറ്റി എന്തെങ്കിലുമൊക്കെ കുറച്ച് അറിയുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് വലിയ കാര്യം ഉണ്ടോയെന്ന് തോന്നുന്നില്ല. കാരണം അത്രയും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ട്രേഡിങ്ങിനെ പറ്റി ഒന്നും അറിയാണ്ട് കുറേ ചാർട്ട് അവിടെ ഇവിടെ കാണുന്നുണ്ട്. അതേപോലെ ചിലർ പ്രോഫിറ്റ് എടുത്ത് ഞാൻ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാകുന്ന ഒരു ട്രേഡറാണ്, അങ്ങനെ കുറേ സംഭവം അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ മാത്രം അറിയാം എന്താണ് ഈ സംഭവം എന്നുള്ളതിനെ പറ്റി ഒരു ബേസിക്കും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ മാത്രം ഈ വീഡിയോ കാണുക, അല്ലാത്ത ആളുകൾ കണ്ടിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡിങ് ഒരുപാട് സ്ഥലത്ത് പല ആൾക്കാരും ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട് ട്രേഡിങ് പഠിക്കുക, അവിടെ പഠിക്കുക, അങ്ങനെ പഠിക്കുക, ലിക്വിഡിറ്റി കൺസെപ്റ്റ്, മറ്റേ സ്ട്രാറ്റജി, അങ്ങനെ പല സംഭവങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇത്? ഏറ്റവും ബേസിക് ആയിട്ട് ഏതൊരു കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത്രയും ബേസിക് ആയിട്ട് തൊട്ടിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ട്രേഡിംഗ്? ഏറ്റവും സിമ്പിളായിട്ട് ട്രേഡിങ്ങിൻ്റെ അർത്ഥം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യാപാരം അല്ലെങ്കിൽ കച്ചവടം. അപ്പോൾ ഈ കച്ചവടം എന്ന് പറയുമ്പോൾ എന്തിൻ്റെ കച്ചവടം? കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ബേസിക്കായിട്ട് ബൈ ആൻഡ് സെൽ. ഒരു സാധനം വാങ്ങുന്നു വിൽക്കുന്നു. ഏറ്റവും സിമ്പിളായിട്ട് അത്രേ ആകെ നടക്കുന്നുള്ളൂ കച്ചവടത്തിൽ. ഒരു സാധനം വാങ്ങുന്നു വിൽക്കുന്നു, വളരെ സിമ്പിളായിട്ട് അത്രേ ഉള്ളൂ. അപ്പോൾ അത് എന്താവാം, അതായത് എന്തായിരിക്കും നമ്മൾ വാങ്ങാൻ വിൽക്കുകയും ചെയ്യുന്നത്? എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഒരു തക്കാളി വിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ തക്കാളി മേടിച്ചുകൊണ്ട് വരുന്നു വിൽക്കുന്നു. ഒരു 10 രൂപ കിലോന് മേടിച്ചുകൊണ്ട് വരുന്നു 20 രൂപയ്ക്ക് മറിച്ച് വിൽക്കുന്നു. അപ്പോൾ എന്തായി? അയാൾക്ക് ഒരു 10 രൂപ ലാഭം കിട്ടി, ഒരു കിലോനോട് 10 രൂപ ലാഭം കിട്ടി. അത്രേ ഉള്ളൂ ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ട്രേഡർ എന്ന് പറഞ്ഞ ഒരാളെ സംബന്ധിച്ച്. അതായത് ഒരു കച്ചവടക്കാരൻ. അതേപോലെ നമുക്ക് ഫർണിച്ചർ മേടിക്കാം, വിൽക്കാം, ഇലക്ട്രോണിക്സ്, ഫോണിൻ്റെ ഷോപ്പൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഏറ്റവും ബേസിക്കായിട്ട് പറഞ്ഞാൽ അവിടെ സാധനം മേടിക്കുന്നത് വിൽക്കുന്നത്, അതാണ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക്കായിട്ട് സംഭവം. അങ്ങനെ എന്ത് സാധനം നമുക്ക് മേടിക്കാൻ വിൽക്കുകയും ചെയ്യാം. ടെക്സ്റ്റൈൽസൊക്കെ, ഡ്രസ്സ് നമ്മൾ ചെറിയ റേറ്റിന് ഹോൾസെയിലായിട്ട് എടുത്തുകൊണ്ട് വന്ന് റീറ്റെയിലായിട്ട് വിൽക്കുന്നത്. ആ ആൾ എന്ത് ട്രേഡറാണ്? ഒരു ടെക്സ്റ്റൈൽ ട്രേഡറാണ് അയാൾ. അപ്പോൾ ഇതാണ് ഏറ്റവും ബേസിക്കായിട്ട് ട്രേഡിംഗ്. നമുക്ക് ദൈനംദിനായിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അതായത് നമ്മൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ട്രേഡിങ് അങ്ങനെ പഠിക്കുക ട്രേഡിങ് അതാണ്, അതിൽ ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുക, ഞാൻ ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കിയൊക്കെ പറയുന്ന നമ്മൾ ഉദ്ദേശിച്ച കാര്യം എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കി നോക്കാം. അപ്പോൾ ആ ട്രേഡിംഗ് എന്ന് പറയുകയാണെങ്കിൽ അതിൽ പല സെഗ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഇക്വിറ്റി ട്രേഡിംഗ്, കമ്മോഡിറ്റി ട്രേഡിംഗ്, ക്രിപ്റ്റോ ട്രേഡിംഗ്, ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ്, ഫോറക്സ്. ഇതൊക്കെ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ തക്കാളി ഷർട്ടും പാൻറ്റും ഒക്കെ നമ്മൾ മേടിച്ച് വിൽക്കുന്ന പോലെ നമുക്ക് ഓൺലൈനായിട്ട് വേറെ പല സംഭവങ്ങളും മേടിച്ച് വിൽക്കാം. മറ്റേതൊക്കെ നമുക്ക് അറിയുന്ന സംഭവങ്ങളാണ്. ഈ പച്ചക്കറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് അറിയുന്ന സംഭവങ്ങളാണ്. ഇത് പലർക്കും അറിയാത്ത സംഭവങ്ങളാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മേടിക്കാനും വിൽക്കാനും കഴിയുന്നുള്ളത്. അപ്പോൾ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മേടിക്കാനും വിൽക്കാനും കഴിയുന്നുള്ളതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇക്വിറ്റി ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ കമ്പനീൻ്റെ ഷെയർ വാങ്ങി വയ്ക്കുന്നതിനാണ് ഇക്വിറ്റി ട്രേഡിംഗ് എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ കേട്ടിട്ടുണ്ട് ഓരോ കമ്പനി, റിലയൻസ്, ടാറ്റ, HDFC ബാങ്ക്, ടെസ്ല, ആപ്പിൾ, ഇങ്ങനത്തെ ഓരോ കമ്പനിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ കമ്പനീൻ്റെയൊക്കെ ഷെയർ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മേടിക്കാനും വിൽക്കാനും കഴിയും. ഇതിൻ്റെയൊക്കെ ഷെയറിൽ വിലയിൽ വ്യത്യാസങ്ങൾ വരും, വില കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. അപ്പോൾ കുറഞ്ഞ സമയത്ത് നമുക്ക് മേടിക്കാം, കൂടിയ സമയത്ത് നമുക്ക് വിൽക്കാം. അപ്പോൾ ആ ഒരു ചെറിയൊരു ലാഭം നമുക്ക് അതിൻ്റെ അകത്ത് എടുക്കാനും പറ്റും. അങ്ങനെ ഒരു കമ്പനീൻ്റെ ഒരു ഷെയർ മേടിച്ചിട്ട് വിൽക്കുന്ന ആ ഒരു പ്രക്രിയയാണ് ഈ ഇക്വിറ്റി ട്രേഡിംഗ് എന്ന് പറയുന്നത്. മേടിക്കുന്നു വിൽക്കുന്നു. എന്താണ് മേടിക്കുന്നു വിൽക്കുന്നു? ഓരോ കമ്പനീൻ്റെ ഷെയർ, അതിനാണ് ഇക്വിറ്റി ട്രേഡിംഗ്, വളരെ സിമ്പിളായിട്ട്. ഇനി അടുത്തത് കമ്മോഡിറ്റി ട്രേഡിങ്ങിൽ എന്തൊക്കെയാണ് നമ്മൾ മേടിക്കാൻ നിൽക്കുന്നത്? ഗോൾഡ്, സിൽവർ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളാണ് ഈ കമ്മോഡിറ്റി ട്രേഡിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നത്. ഈ ഗോൾഡ് മേടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ജ്വല്ലറി പോയി മേടിക്കുന്ന പോലെയല്ല. ജ്വല്ലറി പോയി മേടിക്കുമ്പോൾ നമുക്ക് എന്ത് വരും? മറ്റേ പണിക്കൂലി, അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ വരും. ഇതിൽ അങ്ങനെയൊന്നുമില്ല. ഇതിൽ നമുക്ക് ഫിസിക്കൽ ഗോൾഡ് കിട്ടുമില്ല. നമുക്ക് ഒരു ട്രേഡിംഗ് എന്നുള്ളൊരു ബ്രോക്കറിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് ഗോൾഡ് മേടിക്കാനും പറ്റും. അതിൽ വില കൂടുന്ന സമയത്ത് നമുക്ക് വിൽക്കാനും പറ്റും. അതിൻ്റെ ലാഭം നമുക്ക് കിട്ടുകയും ചെയ്യും. അതിനപ്പുറത്തേക്ക് ഗോൾഡായിട്ട് നമ്മളെ കയ്യിലേക്ക് കിട്ടൂല എന്നുള്ളൂ. അപ്പോൾ അതാണ് ഈ ഗോൾഡിൻ്റെ റേറ്റിലൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എല്ലാ ദിവസവും പേപ്പറിലൊക്കെ കാണുന്നത് ഗോൾഡിന് പവന് ഇത്ര രൂപ കൂടി ഇത്ര രൂപ കുറഞ്ഞുള്ള രീതിയിലൊക്കെ ആയിരിക്കും. പക്ഷെ അത് ഓരോ ദിവസമല്ല ഗോൾഡിൻ്റെ റേറ്റ് കൂടണം. ഓരോ സെക്കൻഡിലും ഗോൾഡിൻ്റെ റേറ്റിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സെക്കൻഡിൽ ഇപ്പോൾ ഗോൾഡിന് 7231 രൂപയാണെങ്കിൽ അടുത്ത സെക്കൻഡിൽ ഇപ്പോൾ 7232 ആവും. അപ്പോൾ അങ്ങനെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓരോ സെക്കൻഡിലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വില കൂടി കുറഞ്ഞ് കളിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുന്നത്? രാവിലെ ഗോൾഡ് വാങ്ങിയിട്ട് വൈകുന്നേരം കൂടുകയാണെങ്കിൽ ആ കൂടിയ റേറ്റിന് വിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ രാവിലെ വിറ്റിട്ട് മേടിക്കാൻ, ആ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഗോൾഡിൻ്റെ വിലയിൽ അങ്ങനെ വരുന്ന വ്യത്യാസം വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാം. ഇത് അവിടെ ഗോൾഡിൻ്റെ ചാർട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഗോൾഡ് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ
ഇവിടെ ഗോൾഡ് വരും. ഗോൾഡ് MCX എന്ന മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചാണ്, ഇന്ത്യൻ്റെ എക്സ്ചേഞ്ചാണ്. അപ്പോൾ അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാം ഗോൾഡിൻ്റെ റേറ്റിൽ, ഇത് ഗോൾഡിൻ്റെ റേറ്റാണ്. ഗോൾഡിൻ്റെ റേറ്റിൽ വരുന്ന വ്യത്യാസങ്ങളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിപ്പോൾ INR ഇന്ത്യൻ റുപ്പിയിലാണ് 79,217 അത് ഒരു ഡെക്കാഗ്രാമിൻ്റെ പ്രൈസാണ്. അത് ഡെക്കാഗ്രാം പറഞ്ഞാൽ എത്ര ഗ്രാമാണെന്നുള്ള എനിക്ക് ഓർമ്മയില്ല. 10 തോന്നുന്നുണ്ട്, ഡെക്കാനോ 10 ആയിരിക്കില്ല. അത് നമുക്ക് വേണമെങ്കിൽ മാറ്റിയിട്ട് ഒരു ഗ്രാമിലേ ആക്കി വെക്കാം. ഗ്രാം അടിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ 7,922 രൂപയാണ്. അത് ഇപ്പോൾ ഒരു ഗ്രാം ഗോൾഡിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞത് 7,922 രൂപ. ഇപ്പോൾ കുറഞ്ഞ് കണ്ടില്ല, ഞാൻ ഓരോ സെക്കൻഡിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ ലിക്വിഡിറ്റി കുറവായതുകൊണ്ടാണ് കുറച്ച് സമയം ഇങ്ങനെ തന്നെ നിൽക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ രൂപ അങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 7,920 അതിങ്ങനെ കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. അപ്പോൾ കുറച്ച് നേരത്തെ നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ എത്തുന്ന സമയം ഇവിടെ നോക്കുകയാണെങ്കിൽ 20:46. അപ്പോൾ 8:46 തോന്നുന്നു, 8:45 ആയപ്പോൾ ഈ റേറ്റാണ്. ഈ റേറ്റ് വരുമ്പോൾ 7,905 അത് കൂടിയിട്ട് ഇപ്പോൾ 7,920. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മേടിച്ചിട്ട് ഇവിടെ വിൽക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു ലാഭം കിട്ടുമല്ലോ. അപ്പോൾ അതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞ സംഭവം. അതായത് ചെറിയ വിലയ്ക്ക് മേടിക്കുന്നത്. ഇപ്പോൾ ഗോൾഡാണെന്നുണ്ടെങ്കിൽ, കമ്മോഡിറ്റി ട്രേഡിങ്ങിൽ ഗോൾഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെറിയൊരു പ്രൈസിന് മേടിച്ചിട്ട് വലിയ പ്രൈസിന് വിൽക്കുന്നു. അപ്പോൾ അതാണ് ഈ കമ്മോഡിറ്റി ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ. ഗോൾഡ്, സിൽവർ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഇതിലൊക്കെ വിലയിൽ ഇങ്ങനെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ആ വ്യത്യാസങ്ങളിൽ നമുക്ക് ചെറിയ വിലയ്ക്ക് മേടിച്ചിട്ട് കൂടിയ വിലയ്ക്ക് വിൽക്കുന്നതിനാണ് കമ്മോഡിറ്റി ട്രേഡിംഗ് എന്ന് പറഞ്ഞത്. ഒക്കെ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് മേടിക്കുക, വിൽക്കുക, അത് മാത്രമേ ഉള്ളൂ. ഈ സാധനങ്ങൾ മാത്രമേ മാറുന്നുള്ളൂ. ആദ്യം നമ്മൾ നോക്കിയത് പച്ചക്കറി, തക്കാളി മറ്റേതൊക്കെ ആണെങ്കിൽ പിന്നെ ഓരോ കമ്പനീൻ്റെ ഷെയർ മേടിക്കാനും പറ്റും, വിൽക്കാനും പറ്റും. അതേപോലെ ഇപ്പോൾ നോക്കുന്നത് കമ്മോഡിറ്റി ട്രേഡിങ്, അതിൽ ഗോൾഡ്, സിൽവർ ഇങ്ങനത്തെ സാധനങ്ങളായിരിക്കും മേടിക്കാൻ വിൽക്കുക ചെയ്യുക. ഇതിൽ ഈ സാധനങ്ങൾ മാത്രമേ മാറുന്നുള്ളൂ, പ്രക്രിയ ഒന്നും മാറുന്നില്ല. ബൈയും സെല്ലും മാത്രമേ ഉള്ളൂ ഏറ്റവും സിമ്പിളായിട്ട്. ഓക്കെ, ഇനി അടുത്തത് ക്രിപ്റ്റോ ട്രേഡിങ്. അപ്പോൾ ക്രിപ്റ്റോ ട്രേഡിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വരുന്നത് ബിറ്റ്കോയിൻ, എതേറിയം, ഡോജ് കോയിൻ, ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ബിറ്റ്കോയിനൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ബിറ്റ്കോയിനിലും ഈ കോയിൻസിലും ഇതേപോലെ തന്നെ എന്ത് വരും, ഈ ഇങ്ങനെയുള്ള ഓരോ കോയിൻസിൽ വിലയിൽ വ്യത്യാസങ്ങൾ വരും. വില കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വില കുറയുന്ന സമയത്ത് മേടിക്കുക, വില കൂടുന്ന സമയത്ത് വിൽക്കുക, വീണ്ടും വില കുറയുമ്പോൾ മേടിക്കുക, വില കൂടുമ്പോൾ വിൽക്കുക. ഇതാണ് ഈ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ. ബിറ്റ്കോയിൻ, ഇതേറിയം ഇങ്ങനത്തെ ഓരോ ഈ ക്രിപ്റ്റോ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇങ്ങനെയുള്ള ഓരോ കോയിൻസിൽ, ക്രിപ്റ്റോ കറൻസിയിൽ ട്രേഡ് ചെയ്യുന്നതിനാണ് ക്രിപ്റ്റോ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സ്. ഈ സംഭവങ്ങളായിരിക്കും കുറേ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ സ്ക്രീൻഷോട്ട് മറ്റേതൊക്കെ ആയിട്ട് ഇട്ടതൊക്കെ കാണാം. ഇതിൻ്റെ ഫോട്ടോ ഒന്നും കാണിക്കാനില്ല. അതിൻ്റെ ഇങ്ങനെ ഓരോ PNL ഒക്കെ നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും. ബാങ്ക് നിഫ്റ്റി 16 ജൂലൈ 24 50-800 പുട്ട് ഓപ്ഷൻ, 3,000 രൂപ പ്രോഫിറ്റ്, 2,600 രൂപ പ്രോഫിറ്റ് ജനുവരി, ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതാണ് എന്ത് ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് എന്ന് പറഞ്ഞ സംഭവം. ഇതൊക്കെ ഓപ്ഷൻസിൻ്റെ ട്രേഡ് ചെയ്ത PNL കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ഡീപ്പായിട്ടുള്ള സംഭവമാണ്. ഇത് നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് തന്നെ ഡീപ്പായിട്ട് പോകണം. പക്ഷേ ഇതും ഏറ്റവും സിമ്പിളായിട്ട് ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാലും സംഭവം നടക്കുന്നത് ഇത്രയേ ഉള്ളൂ. മേടിക്കുന്നു, വിൽക്കുന്നു. ഇതൊരു ഇൻസ്ട്രുമെൻ്റാണ്. ഈ ഒരു സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഇൻസ്ട്രുമെൻ്റാണ്. ഈ സാധനത്തിൻ്റെ വിലയിലും കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് കുറഞ്ഞ സമയത്ത് നമ്മൾ മേടിക്കുന്നു, കൂടിയ സമയത്ത് വിൽക്കുന്നു. ഏറ്റവും സിമ്പിളായിട്ട് അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ഇത്ര അതിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. മേടിക്കുന്നു, വിൽക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡിംഗ് എന്ന് പറഞ്ഞത്. പിന്നെ ഇനി ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ടാവും ഈ ഇന്ത്യൻ റുപ്പി ഇപ്പോൾ ഡോളറിൻ്റെ റേറ്റ് കൂടി കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ 82 രൂപയാണ്, അത് 83, 84, 80, 81 അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഇന്ത്യൻ റുപ്പിയും ഡോളറും തമ്മിലുള്ള ഒരു അന്തരം ഉണ്ടല്ലോ, ഒരു വ്യത്യാസം, ആ വ്യത്യാസം മാറിക്കൊണ്ടേയിരിക്കും. അതും ഇതേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ സെക്കൻഡിലും ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാം, കുറഞ്ഞ സമയത്ത് മേടിക്കാം, കൂടിയ സമയത്ത് വിൽക്കാം. ആ ഒരു കറൻസി പെയറിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനാണ് നമുക്ക് ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അത് പല ഇതിലും നമുക്ക് ചെയ്യാം. അത് യൂറോ USD ആണ്, അതേപോലെ USD JPY ജാപ്പനീസ് ഡോളറൊക്കെ വെച്ചിട്ട് ആ രണ്ട് കറൻസി തമ്മിലുള്ള ഒരു അന്തരം ഉണ്ടാവില്ല, അതിലാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുക. അങ്ങനെയുള്ള ഒരുപാട് കറൻസി പെയർ ഉണ്ട്. ആ പെയറിലൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ട്രേഡിങ്ങിൻ്റെ മൊത്തത്തിലുള്ളൊരു ഐഡിയ ഏറ്റവും സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണേ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വ്യാപാരം ഒരു സാധനം നമ്മൾ മേടിക്കുന്നു, വിൽക്കുന്നു. അതിൽ ഈ ഓൺലൈൻ ട്രേഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് അതിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രം മാറി മാറി വേറെ പല സംഭവങ്ങളാവുന്നതേ ഉള്ളൂ. ക്രിപ്റ്റോ കറൻസി, ബിറ്റ്കോയിൻ്റെ ഫ്യൂച്ചേഴ്സിൽ നമുക്ക് ട്രേഡ് ചെയ്യാം, ബിറ്റ്കോയിൻ്റെ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ ബിറ്റ്കോയിൻ തന്നെ വാങ്ങിയിട്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഓരോ ഇൻസ്ട്രുമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറുന്നുണ്ടെന്നുള്ളൂ. ഈ ഫോറക്സിലേക്ക് വരുമ്പോൾ വേറെ സാധനമായി, കമ്മോഡിറ്റിയിലേക്ക് പോകുമ്പോൾ വേറെ സാധനമായി, ഇക്വിറ്റിയിലേക്ക് പോകുമ്പോൾ വേറെ സാധനം, അങ്ങനെ ഓരോ സാധനങ്ങൾ മാറുന്നുണ്ടെന്നുള്ളൂ. അതല്ലാണ്ട് വേറെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതിലൊക്കെ
ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ ഒരു സാധനം മേടിക്കുന്നു വിൽക്കുന്നു അത് മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഏറ്റവും ബേസിക്കായിട്ട് ട്രേഡിംഗ് എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ എന്താണ് ട്രേഡിംഗ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. മനസ്സിലായ ശരിക്കും ഇനിയിപ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്ക് ഞാനിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഇത്ര സിമ്പിളായിട്ടായിരിക്കും ഞാൻ പറയാം. അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും ടോപ്പിക്കൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ഇത് ആദ്യം മനസ്സിലായിക്കണോ, ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കൂടെ ഇതേപോലെ ഏതെങ്കിലുമൊക്കെ ടോപ്പിക്ക് ഞാനിങ്ങനെ കവർ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതിൽ നേരത്തെ പറഞ്ഞ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് നമ്മൾ പറഞ്ഞല്ലോ, ആ സംഭവമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതേപോലെ സിമ്പിളായിട്ട് എന്തെങ്കിലും ടോപ്പിക്ക് വിശദീകരിച്ച് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അതേപോലെ അതിൻ്റെ കൂടെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഇതിൽ എന്തെങ്കിലും എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. എനിക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നതുകൊണ്ട് കാര്യമുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതിൽ അങ്ങനെ എന്തെങ്കിലും ടോപ്പിക്ക് ഞാൻ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ച് ആ ടോപ്പിക്ക് വിശദീകരിച്ച് ഇതേപോലെയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ലൈക്കും കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.